ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എഡ്യൂമേറ്റിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 2ാം ക്ലാസ്സിലെ മക്കളുടെ ഇംഗ്ലീഷിലെ 4ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള സ്റ്റാർ ഇൻ ദ ജാർ എന്നുള്ള സ്റ്റോറിയാണ്. ഈ സ്റ്റോറി അതിന്റെ മലയാളം എക്സ്പ്ലനേഷനും പിന്നെ അതുപോലെ അതിലുള്ള സൈഡ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കേട്ടോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കുട്ടികളിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ലിസൺ ടു യുവർ ടീച്ചർ. ലക്കി ഹാഡ് എ ഹോബി ഓഫ് സെർച്ചിങ് ട്രഷേഴ്സ്. ലക്കി എന്ന് പറയുന്ന ആ കുട്ടിയാണ് നമ്മളുടെ പ്രധാനപ്പെട്ടിട്ടുള്ള ഈ കഥയിലെ കഥാപാത്രം. ലക്കിക്ക് ഒരു ഹോബി ഉണ്ട്. എന്താ ഹോബി? സെർച്ചിങ് ട്രഷേഴ്സ്. ട്രഷർ എന്ന് വെച്ചാൽ എന്താ മക്കളെ? നിധി. അപ്പൊ നിധി തെരഞ്ഞു നടക്കുക. സെർച്ചിങ് എന്ന് വെച്ചാൽ അന്വേഷിക്കുക. നിധികൾ അന്വേഷിക്കുക എന്നൊരു ഹോബി ആയിരുന്നു ലക്കിയുടേത്. ആഫ്റ്റർ എവറി സെർച്ച് ഹി വുഡ് ഗെറ്റ് സംതിങ് സ്പെഷ്യൽ. എല്ലാ തിരച്ചിലിനു ശേഷവും ലക്കിക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടും. ഹി കെപ്റ്റ് ഓൾ ദ ട്രഷേഴ്സ് ഇൻ എ ബോക്സ്, എ ട്രഷർ ബോക്സ്. അവന് ഈ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഒരു ബോക്സിൽ ഇട്ട് വെക്കും. ആ ബോക്സിനെ ട്രഷർ ബോക്സ് എന്നാണ് വിളിക്കാറ്. വൺ മോർണിംഗ്, ഒരു ദിവസം രാവിലെ, ലക്കി സോ സംതിങ് സ്പെഷ്യൽ ഇൻ ദ ഗാർഡൻ. ലക്കി എന്തോ ഒരു സ്പെഷ്യൽ ആയിട്ടൊരു സാധനം ഗാർഡനിൽ കണ്ടു, പൂന്തോട്ടത്തിൽ കണ്ടു. വാട്ട് ഈസ് ദാറ്റ് സ്പെഷ്യൽ തിങ്? എന്തായിരിക്കാം ആ സ്പെഷ്യൽ ആയിട്ടുള്ള സാധനം? നമുക്ക് സ്റ്റോറി വായിക്കാം. ഹേയ് ലൂസി, കം, ഹിയർ ഈസ് സംതിങ് സ്പെഷ്യൽ. അപ്പോ ലൂസി എന്ന് പറയുന്ന മറ്റൊരു കുട്ടി കൂടെ ഉണ്ട്. വിളിക്കാണ്, ലൂസി ഇവിടെ വാ, ഹിയർ ഈസ് സംതിങ് സ്പെഷ്യൽ. ഇവിടെ ഒരു സ്പെഷ്യൽ ആയിട്ടൊരു സാധനം ഉണ്ട്. ലക്കി കോൾഡ് ഔട്ട് ടു ഹിസ് സിസ്റ്റർ. ലക്കിയുടെ സിസ്റ്റർ ആണ് ലൂസി. ലക്കിയുടെ സിസ്റ്റർ ആയിട്ടുള്ള ലൂസിയെ ലക്കി വിളിച്ചു. ലൂസി കെയിം അപ് ടു ലക്കി. ലൂസി ലക്കിയുടെ അടുത്തേക്ക് വന്നു. സീ ദിസ്, ഇറ്റ്സ് നൈസ് ഇസ്ന്റ് ഇറ്റ്, ഹി ആസ്ക്ഡ്. നോക്ക്, ഇത് വളരെ നന്നായിട്ടില്ലേ എന്ന് ലക്കി ലൂസിയോട് ചോദിച്ചു. ഐ തിങ്ക് ഇറ്റ്സ് എ ടോയ് സ്റ്റാർ, ലൂസി സെഡ്. ലൂസി എന്ത് പറഞ്ഞു? എനിക്ക് തോന്നുന്നു ഇതൊരു ടോയ് സ്റ്റാർ ആണെന്ന്. അപ്പൊ അവർക്ക് കിട്ടിയിട്ടുള്ളത് എന്താണ്? ഒരു സ്റ്റാർ ആണ്, നക്ഷത്രത്തെയാണ് കിട്ടിയിട്ടുള്ളത്. ഇത് കളിക്കുന്ന ഒരു സ്റ്റാർ ആണെന്ന് തോന്നുന്നു എന്ന് ലൂസി പറഞ്ഞു. നോ നോ, ദിസ് ഇസ് നോട്ട് എ ടോയ് സ്റ്റാർ. അല്ല, ഇത് ഒരു കളിക്കുന്ന ടോയ് സ്റ്റാർ അല്ല. ഇറ്റ് ഈസ് സ്പെഷ്യൽ ട്രഷർ. ഇതൊരു പ്രധാനപ്പെട്ട സ്പെഷ്യൽ ആയിട്ടുള്ള വിശേഷപ്പെട്ട ഒരു നിധിയാണ്, സെഡ് ലക്കി. ലക്കി പറഞ്ഞു. വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദ ട്രഷർ? ഈ ട്രഷറിന്റെ പ്രത്യേകത എന്തായിരുന്നു? ദ ട്രഷർ ഈസ് സ്പെഷ്യൽ ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് എ ടോയ് സ്റ്റാർ ബട്ട് സംതിങ് വാല്യുബിൾ ടു ലക്കി. എങ്ങനെയാണ് ഈ സ്റ്റാർ സ്പെഷ്യൽ ആവുന്നത്? അതൊരു ടോയ് സ്റ്റാർ ആയിരുന്നില്ല, മറിച്ച് എന്തോ വിലപ്പെട്ടതായിട്ടാണ് ലക്കിക്ക് തോന്നിയത്. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് വായിക്കാം. ദ ട്രഷർ ലുക്ക് ലൈക്ക് എ സ്റ്റാർ. ആ ട്രഷർ, അവർക്ക് കിട്ടിയ നിധി ഒരു സ്റ്റാറിനെ പോലെ ആയിരുന്നു, നക്ഷത്രത്തെ പോലെ ആയിരുന്നു കാണാൻ. ഇറ്റ് വാസ് തിക്ക് ആൻഡ് ഗ്ലോസി. അത് നല്ല തിക്കായിരുന്നു, നല്ല കട്ടിയുള്ളതായിരുന്നു, അതുപോലെ ഗ്ലോസി ആയിരുന്നു, തിളക്കമുള്ളതായിരുന്നു. ആൻഡ് എ ലിറ്റിൽ ഹെവി ടു. കുറച്ച് അത്യാവശ്യം ഹെവി ആയിരുന്നു, അത്യാവശ്യം ഭാരവും അതിനുണ്ടായിരുന്നു. ഇറ്റ് ലുക്സ് വെരി ബ്യൂട്ടിഫുൾ. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ? ബട്ട് ഇറ്റ്സ് നോട്ട് എ ടോയ് സ്റ്റാർ. പക്ഷെ ഇതൊരു ടോയ് സ്റ്റാർ അല്ല. ലക്കി ഉറപ്പിച്ച് തന്നെ പറഞ്ഞു. ലക്കി ടുക്ക് ദ ട്രഷർ ഇൻ ഹിസ് ഹാൻഡ്. ലക്കി ആ ട്രഷർ അവന്റെ കൈകളിലേക്ക് എടുത്തു. വാട്ട് ഈസ് ഇറ്റ് ദെൻ? പിന്നെ ടോയ് സ്റ്റാർ അല്ലെങ്കിൽ പിന്നെ ഇതെന്താ? ലക്കി, ഡു യു ഹാവ് എനി ഐഡിയ? ലൂസി ആസ്ക്ഡ്. ലക്കി, ഇത് വേറെ എന്താണ് എന്നുള്ള വല്ല ഐഡിയ നിനക്കുണ്ടോ എന്ന് ലൂസി ചോദിച്ചു. വാട്ട് ഈസ് ദാറ്റ് ട്രഷർ? ആ ട്രഷർ എന്തായിരിക്കും മക്കളെ? ദ ട്രഷർ ഈസ് എ സ്റ്റാർ ഷേപ്ഡ് ഒബ്ജക്റ്റ്. ഒരു നക്ഷത്രത്തിന്റെ ഷേപ്പിലുള്ള ഒബ്ജക്റ്റ് ആയിരുന്നു അവർക്ക് കിട്ടിയ ട്രഷർ. ഇനി അവരെന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? ഹൂസ് ട്രഷർ ഈസ് ദിസ്? ലെറ്റ്സ് ഫൈൻഡ് ദ ഓണർ ആൻഡ് ഗിവ് ഇറ്റ് ബാക്ക്. ലൂസി സെഡ്. ഹൂസ് ട്രഷർ ഈസ് ദിസ്? ഇത് ആരുടെ ട്രഷറാണ്, ആരുടെ നിധിയാണ്? ലെറ്റ്സ് ഫൈൻഡ് ദ ഓണർ ആൻഡ് ഗിവ് ഇറ്റ് ബാക്ക്. ഇത് നമുക്ക് ഇതിന്റെ ഓണറെ കണ്ടുപിടിച്ചിട്ട്, ഇതിന്റെ ഉടമസ്ഥനെ കണ്ടുപിടിച്ചിട്ട് നമുക്കിത് തിരികെ കൊടുക്കാമെന്ന് ലൂസി പറഞ്ഞു. ലെറ്റ്സ് ആസ്ക് മിലി. നമുക്ക് മിലിയോട് ചോദിക്കാം. മിലി ആരായിരിക്കാം? മേ ബി അവരുടെ ഫ്രണ്ട് ആയിരിക്കാം, അല്ലെ? ദ ചിൽഡ്രൻ വെന്റ് ടു മിലീസ് ഹൗസ്. കുട്ടികൾ മിലിയുടെ വീട്ടിലേക്ക് പോയി. ഈസ് ദാറ്റ് മിലീസ് ട്രഷർ? അത് മിലിയുടെ ട്രഷർ ആയിരിക്കോ? നമുക്ക് വായിച്ചു നോക്കാം. ലക്കി ആൻഡ് ലൂസി വെന്റ് ടു മിലീസ് ഹൗസ്. ലക്കിയും ലൂസിയും കൂടെ മിലിയുടെ വീട്ടിലേക്ക് പോയി. മിലി, ഹേ മിലി, ലക്കി കോൾഡ് ഔട്ട്. മിലിയെ ലക്കി വിളിച്ചു. മിലി ആൻഡ് ഹെർ മദർ കെയിം ഔട്ട്. മിലിയും അവളുടെ അമ്മയും വിളിയേറ്റിട്ട് പുറത്തേക്ക് വന്നു. സീ ദിസ്, വി ഗോട്ട് ഇറ്റ് ഫ്രം ദ ഗാർഡൻ. ഇത് നോക്കൂ, ഞങ്ങൾക്കിത് ഞങ്ങളുടെ പൂന്തോട്ടത്തിൽ നിന്ന് കിട്ടിയതാണ്. ഈസ് ഇറ്റ് യുവേഴ്സ്? ലക്കി ആസ്ക്ഡ്. ഇത് നിന്റേതാണോ എന്ന് ലക്കി ചോദിച്ചു. നോ നോ, അല്ലല്ലോ. ദിസ് ഇസ് നോട്ട് മൈൻ. ഇത് എന്റേതല്ല, മിലി റിപ്ലൈഡ്. മിലി മറുപടി പറഞ്ഞു. ദെൻ ഹൂസ് ട്രഷർ ഈസ് ദിസ്? ലക്കി ഹാഡ് നോ ഐഡിയ. മിലിയുടെ ട്രഷർ അല്ലെങ്കിൽ പിന്നെ ഇത് ഇനി ആരുടെ ട്രഷർ ആയിരിക്കും? ലക്കിക്ക് ഒരു ഐഡിയയും കിട്ടിയല്ല. വിൽ ദ ചിൽഡ്രൻ ഫൈൻഡ് ഔട്ട് ദ ഓണർ? കുട്ടികൾ ഈ സ്റ്റാറിന്റെ ഉടമസ്ഥനെ കണ്ടുപിടിക്കോ?
നമുക്ക് വായിച്ചു നോക്കാം. ലക്കി ആസ്ക്ഡ് മെനി അതർ ഫ്രണ്ട്സ് അബൌട്ട് ദ ട്രഷർ. ലക്കി വേറെയും ഒരുപാട് ഫ്രണ്ട്സിനോട് ഈ ട്രഷറിനെ കുറിച്ച് ചോദിച്ചു. ബട്ട് ഹി കുഡിൻ ഫൈൻഡ് ദ ഓണർ. പക്ഷെ അവന് അതിന്റെ ഓണറെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല. ദെൻ ഐ വിൽ കീപ് ഇറ്റ്, ഹി ഡിസൈഡഡ്. ഇനി ആരുടെ അല്ലെങ്കിൽ ഞാൻ ഇത് സൂക്ഷിച്ചു വെക്കുമെന്ന് അവൻ തീരുമാനിച്ചു. വേർ വിൽ ലക്കി കീപ് ദ ട്രഷർ? ലക്കി എവിടെയായിരിക്കും ട്രഷർ സൂക്ഷിച്ചു വെക്കാം? വേർ ഷോൾ ഐ കീപ് ഇറ്റ്? മൈ ട്രഷർ ബോക്സ് ഇസ് ഫുൾ. ഞാനിത് എവിടെ ഇനി സൂക്ഷിച്ചു വെക്കും? എന്റെ ട്രഷർ ബോക്സ് എന്താണ്, നിറഞ്ഞിട്ടുണ്ട്, ഫുൾ ആയിട്ടുണ്ട്. ലക്കി തോട്ട്, ലക്കി ചിന്തിച്ചു. ഹി വെന്റ് ടു ദ കിച്ചൺ ആൻഡ് ടുക്ക് എ ബിഗ് ഗ്ലാസ് ജാർ. അവൻ എന്ത് ചെയ്തു? അടുക്കളയിലേക്ക് പോയിട്ട് ഒരു വലിയ ഗ്ലാസ് ജാർ എടുത്തു. ദെൻ ഹി പുട്ട് ദ ട്രഷർ ഇൻ ഇറ്റ്. എന്നിട്ട് അവൻ ആ ട്രഷർ അതിലേക്ക് ഇട്ട് വെച്ചു. നോക്കൂ, ലക്കി ഗ്ലാസ് ജാറിൽ ഇട്ട് വെക്കുന്ന പിക്ചർ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? ഇറ്റ്സ് ക്വയറ്റ് നൈസ്. ഇത് വളരെ നന്നായിട്ടുണ്ട്. ഹി ലൈക്ക്ഡ് ഹിസ് ന്യൂ ട്രഷർ. അവന്റെ പുതിയ ട്രഷർ ഒരുപാട് ഇഷ്ടമായി. ലക്കി പ്ലേസ് ദ ജാർ ഓൺ ഹിസ് ടേബിൾ. ലക്കി ആ ജാറ് അവന്റെ ടേബിളിന് മുകളിൽ വെച്ചു. വിൽ ലക്കീസ് പാരന്റ്സ് അലോ ഹിം ടു കീപ് ദ ജാർ ദർ? ലക്കിയുടെ പാരന്റ്സ് ആ ജാർ അവിടെ വെക്കാനായിട്ട് സമ്മതിക്കോ? നമുക്കറിയില്ല. ലെറ്റ്സ് റീഡ്. ഇൻ ദ ഈവനിങ് ലക്കി കെയിം ബാക്ക് ടു ഹിസ് റൂം. അങ്ങനെ വൈകുന്നേരമായപ്പോ ലക്കി അവന്റെ റൂമിലേക്ക് വന്നു. വാട്ട് ഈസ് സർപ്രൈസ്, ദ ട്രഷർ ഇൻ ദ ജാർ വാസ് ഷൈനിങ്. എന്തായിരുന്നു അവൻ കണ്ട കാഴ്ച? ആ ജാറിൽ അവന് ഇട്ടുവെച്ച ആ ട്രഷർ, ആ സ്റ്റാർ ഷൈനിങ് ആയിരുന്നു, ഷൈൻ ചെയ്യുന്നുണ്ടായിരുന്നു, നല്ലതുപോലെ തിളങ്ങുന്നുണ്ടായിരുന്നു, പ്രകാശിക്കുന്നുണ്ടായിരുന്നു. ഈസ് ദ ട്രഷർ റിയലി എ സ്റ്റാർ? വാട്ട് ഡു യു തിങ്ക്? ഈ ട്രഷർ ശരിക്കൊരു സ്റ്റാർ ആണോ? അതായത് റിയൽ ആയിട്ടുള്ള യഥാർത്ഥത്തിലുള്ള സ്റ്റാർ ആണോ? നമുക്ക് വായിക്കാം. ദ ലൈറ്റ് ഫ്രം ദ ട്രഷർ സ്പ്രെഡ് ഓൾ ഓവർ ദ റൂം. ഈ ട്രഷറിൽ നിന്നുള്ള വെളിച്ചം പെട്ടെന്ന് റൂമിലാകെ സ്പ്രെഡ് ചെയ്തു, പരന്നു. ഓ, യു ക്യാൻ ഷൈൻ സോ ബ്രൈറ്റ്. നിനക്ക് ഇത്ര തിളക്കത്തില് തിളങ്ങാനായിട്ട് സാധിക്കുമോ? സെഡ് ലക്കി ഇൻ വണ്ടർ. ലക്കി അത്ഭുതത്തോട് കൂടിയിട്ട് ചോദിച്ചു. ദ ട്രഷർ ബ്ലിങ്ക്ഡ് വൺസ്. ട്രഷർ ഒന്ന് ചിമ്മി. ബ്ലിങ്ക്ഡ് എന്ന് വെച്ചാൽ നമ്മൾ ചിമ്മി എന്ന് പറയില്ലേ, ഒന്ന് മിന്നി തിളങ്ങുന്നതിനാണ് ബ്ലിങ്ക്ഡ് എന്ന് പറയാം. ഇറ്റ് വാസ് എ ലിറ്റിൽ ഹോട്ട് ഇൻസൈഡ് ദ റൂം. ആ റൂമിനകത്ത് കുറച്ച് ചൂടുണ്ടായിരുന്നു. ലക്കി ഓപ്പൺ ദ വിൻഡോ. ആ സമയത്ത് ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ലക്കി എന്ത് ചെയ്തു? അവന്റെ റൂമിന്റെ ജനല് തുറന്നിട്ടു. ദ സ്കൈ വാസ് ഫുൾ ഓഫ് സ്റ്റാർസ്. അപ്പോൾ ആകാശം നിറയെ എന്തായിരുന്നു? നക്ഷത്രങ്ങളായിരുന്നു. സഡൻലി ഹി നോട്ടീസ്ഡ് സംതിങ് അപ്പ് ഇൻ ദ സ്കൈ. പെട്ടെന്ന് അവന് ആകാശത്ത് എന്തോ ഒരു ചെറിയ കാര്യം കണ്ടു. വാട്ട് ഡിഡ് ലക്കി സീ ഇൻ ദ സ്കൈ? ലക്കി ആകാശത്ത് എന്തായിരുന്നു കണ്ടത്? മേ ബി സ്റ്റാർസ് ആയിരിക്കാം. ലക്കി സോ എ മെസ്സേജ് ഇൻ ദ സ്കൈ. ലക്കി പുറത്തിറങ്ങി നോക്കിയപ്പോൾ എന്തായി? ആകാശത്ത് ഒരു മെസ്സേജ് ആണ് കണ്ടത്, ഒരു സന്ദേശമാണ് കണ്ടത്. ലോസ്റ്റ് എ ലിറ്റിൽ സ്റ്റാർ. എന്താ കണ്ട മെസ്സേജ്? ലോസ്റ്റ് എ ലിറ്റിൽ സ്റ്റാർ. ഒരു കുഞ്ഞു നക്ഷത്രത്തെ കാണാനില്ല, കുഞ്ഞു നക്ഷത്രത്തെ കളഞ്ഞു പോയിട്ടുണ്ട്. ലാസ്റ്റ് എന്ന് വെച്ചാൽ കളഞ്ഞു പോയിട്ടുണ്ട്. ലക്കി ലുക്ക്ഡ് അറ്റ് ദ ഗ്ലോയിങ് ട്രഷർ ഇൻ സർപ്രൈസ്. ലക്കി അവന്റെ ജാറിലുള്ള ആ തിളങ്ങുന്ന നക്ഷത്രത്തെ നോക്കി. സ്വാഭാവികമായിട്ടും അവന് സൂക്ഷിച്ചു വെച്ച ആ ട്രഷർ ഒറിജിനൽ സ്റ്റാർ ആണോ, അതിനെയാണോ അവർക്ക് കളഞ്ഞു പോയത് എന്നായിരിക്കും അല്ലേ ലക്കി ചിന്തിക്കുന്നത്. ദ ട്രഷർ ഈസ് ഷൈനിങ് നൗ ജസ്റ്റ് ലൈക്ക് എ സ്റ്റാർ. അവന്റെ ആ ട്രഷർ ഇപ്പോ ഒരു നക്ഷത്രത്തെ പോലെ തന്നെ നല്ലതുപോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. ഇസ് ഇറ്റ് റിയലി എ സ്റ്റാർ? അത് ശരിക്കും ഒരു നക്ഷത്രമാണോ? ഹൗ ഡിഡ് ഇറ്റ് കം ഹിയർ? അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ ഇവിടെ എത്തി? ലക്കി ഗോട്ട് കൺഫ്യൂസ്ഡ്. ലക്കിക്ക് ആകെ കൺഫ്യൂഷനായി. ആർ യു ദാറ്റ് മിസ്സിംഗ് സ്റ്റാർ? നീ ആ കാണാതെ ആയ നക്ഷത്രമാണോ? ലക്കി ടുക്ക് ദ ട്രഷർ ഔട്ട് ഓഫ് ദ ജാർ ആൻഡ് വെൻ നിയർ ദ വിൻഡോ. ലക്കി സ്റ്റാറിനോട് അങ്ങനെ ചോദിച്ചിട്ട് ആ ട്രഷർ എടുത്തിട്ട് എന്ത് ചെയ്തു? ആ ജാറോട് കൂടി ആ ട്രഷർ എടുത്തിട്ട് അവന് ജനവാതിലിന്റെ അടുത്ത് പോയി നിന്നു. ദ ട്രഷർ ഷോൺ ഈവൻ ബ്രൈറ്റ്. അപ്പോൾ നക്ഷത്രം ഒന്നുകൂടെ നല്ലപോലെ ബ്രൈറ്റ് ആയിട്ട് തിളങ്ങി. വാവ്, ആർ യു റിയൽ സ്റ്റാർ? ലക്കി വാസ് ത്രിൽഡ്. വാവ്, നീ ശരിക്കും ഉള്ള നക്ഷത്രമാണോ? നീ ഒരു റിയൽ സ്റ്റാർ ആണോ? ലക്കിക്ക് നല്ല ത്രില്ലായി. ഡു യു വാണ്ട് ടു ഗോ ബാക്ക്? നിനക്ക് തിരികെ പോണോ? ആകാശത്തേക്ക് തിരികെ പോണോ? ദ ലിറ്റിൽ സ്റ്റാർ ട്വിങ്കിൾഡ് ജെന്റ്ലി. അത് കേട്ടപ്പോ നമ്മളുടെ കുഞ്ഞു നക്ഷത്രം പതുക്കെ ഒന്ന് ട്വിങ്കിൾ ചെയ്തു, പതുക്കെ ഒന്ന് മിന്നിത്തിളങ്ങി. ഡോണ്ട് വറി, നീ പേടിക്കണ്ട. ഐ വിൽ ഹെൽപ്പ് യു റീച്ച് ദ സ്കൈ. നിന്നെ ആകാശത്തെത്തിക്കാൻ ഞാൻ സഹായിക്കാം. ഹൗ വിൽ ലക്കി ഹെൽപ്പ് ദ സ്റ്റാർ റീച്ച് ദ സ്കൈ? ലക്കി എങ്ങനെയായിരിക്കും ഇനി ഈ സ്റ്റാറിനെ ആകാശത്തേക്ക് എത്തിക്കാൻ സഹായിക്കുക? നമുക്ക് വായിച്ചു നോക്കാം. ലക്കി കോൾഡ് ഹിസ് സിസ്റ്റർ ലൂസി. ലക്കി അവന്റെ സിസ്റ്റർ ലൂസിയെ വിളിച്ചു. ലുക്ക് അറ്റ് ദാറ്റ് മെസ്സേജ്. ആ മെസ്സേജ് നോക്ക്. ലൂസി റെഡ് ദ മെസ്സേജ് ഇൻ ദ സ്കൈ. ലൂസി ആകാശത്ത് എഴുതിയ മെസ്സേജ് വായിച്ചു. കം ലെറ്റ്സ് ഡു സംതിങ്. ലക്കി സെഡ്, വാ നമുക്ക്
എന്തെങ്കിലും ചെയ്യണം. എന്തോ ആ സ്റ്റാറിനെ അവിടെ ആകാശത്തേക്ക് എത്തിക്കാൻ എന്തെങ്കിലും ചെയ്യണം എന്ന് ലക്കി പറഞ്ഞു. ലക്കി ആൻഡ് ലൂസി വെന്റ് ഔട്ട് ഓഫ് ദ റൂം വിത്ത് ജാർ. ലക്കിയും ലൂസിയും കൂടെ ആ ജാറും എടുത്ത്, സ്റ്റാറിനെ ഇട്ട ആ ജാറും എടുത്ത് പുറത്തേക്ക് പോയി. ലക്കി ഹെൽഡ് ദ ലിറ്റിൽ സ്റ്റാർ അപ്പ് ആൻഡ് യെൽഡ് ഔട്ട് ടു ദ സ്കൈ. ലക്കി ആ ചെറിയ സ്റ്റാറിനെ ആ കുപ്പിയോട് കൂട്ടിയിട്ട്, ആ ജാറോട് കൂടിയിട്ട് ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് അലറി, ഉച്ചത്തിൽ അലറി വിളിച്ചു. യെൽഡ് എന്ന് വെച്ചാൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഹേ ലുക്ക്, യുവർ ലിറ്റിൽ സ്റ്റാർ ഇസ് ഹിയർ. നോക്ക്, നിങ്ങളുടെ കുഞ്ഞു നക്ഷത്രം ഇവിടെയുണ്ട്. ബട്ട് ദർ വാസ് നോ റിപ്ലൈ. പക്ഷെ ഒരു മറുപടി ഒന്നും കിട്ടിയില്ല. ദ സ്റ്റാർസ് ആർ ഫാർ അവേ ഫ്രം അസ്. നക്ഷത്രങ്ങളൊക്കെ നമ്മുടെ അടുത്ത് നിന്ന്, നമ്മിൽ നിന്ന് എത്രയോ അകലെയാണ്. ഫാർ അവേ എന്ന് വെച്ചാൽ ദൂരെയാണ്, ഫാർ എന്ന് വെച്ചാൽ അകലെയാണ്. ദേ മേ നോട്ട് ഹിയർ അസ്. അവർക്ക് നമ്മൾ പറയുന്നത് ഒരു പക്ഷെ കേൾക്കാൻ പറ്റില്ലായിരിക്കാം. സെഡ് ലൂസി. ലൂസി പറഞ്ഞു. വാട്ട് ക്യാൻ ബി ഡു നൗ? ലക്കി ആസ്ക്ഡ്. നമ്മൾ എന്ത് ചെയ്യും? ലക്കി ചോദിച്ചു. ഇറ്റ് മേ ഫ്ലൈ സംടൈംസ് സെഡ് ലക്കി. ഇതിനൊരു പക്ഷെ പറക്കാൻ കഴിഞ്ഞേക്കാം, ഈ സ്റ്റാറിന് ഒരു പക്ഷെ പറക്കാൻ സാധിച്ചേക്കാം എന്ന് ലൂസി പറഞ്ഞു. ലെറ്റ്സ് ഷോ ഇറ്റ് ടു ദ സ്കൈ, ലെറ്റ് ഇറ്റ് ഫ്ലൈ. നമുക്കിതിനെ ആകാശത്തേക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കാം. ജാറിന്റെ അടപ്പ് തുറന്നിട്ട് അത് പറന്നു പോയിക്കോട്ടെ. ലൂസി ആൻഡ് ലക്കി വെന്റ് ടു ദ ബാക്ക് യാർഡ് ഓഫ് ദെയർ ഹൗസ്. ലൂസിയും ലക്കിയും കൂടെ അവരുടെ വീട്ടുമുറ്റത്തിന്റെ പുറകിലേക്ക് പോയി. ദ ചിൽഡ്രൻ ബ്രോട്ട് എ ലാഡർ. കുട്ടികൾ ഒരു ലാഡർ കൊണ്ടുവന്നു, ഒരു കോണി കൊണ്ടുവന്നു. ലക്കി ക്ലൈംബ് അപ്പ് ദ ലാഡർ. ലക്കി ആ കോണിയിലൂടെ മുകളിലേക്ക് കയറി. ഹി ഓപ്പൺ ദ ജാർ ആൻഡ് ഹെൽഡ് ഇറ്റ് ഓവർ ഹിസ് ഹെഡ്. അവൻ ആ ജാറ് തുറന്ന് അവന്റെ തലയ്ക്ക് മുകളിലൂടെ ഇങ്ങനെ മുകളിലേക്ക് ആക്കിയിട്ട് പിടിച്ച് ഇങ്ങനെ കാണിച്ചു. എന്തിനാണ്? ആ സ്റ്റാറിന് പറക്കാൻ കഴിയുമെങ്കിൽ അത് പറന്നു പോയിക്കോട്ടെ എന്ന് കരുതിയിട്ട്. നൗ ഫ്ലൈ അപ്പ് ഹി സെഡ് ടു ദ ലിറ്റിൽ സ്റ്റാർ. നീ ഇനി മുകളിലേക്ക് പറന്നു പോയിക്കോ എന്ന് ലക്കി അവനോട് പറഞ്ഞു, ആ സ്റ്റാറിനോട് പറഞ്ഞു. ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് മൂവ്. പക്ഷെ അതൊരു ഇഞ്ച് പോലും എന്താണ് അനങ്ങുന്നില്ല, അത് മൂവ് ചെയ്യുന്നില്ല, അനങ്ങുന്നേ ഇല്ല, ഇളകുന്നേ ഇല്ല. ലക്കി ഫെൽ സാഡ്. ലക്കിക്ക് ആകെ സങ്കടമായി. സാഡ് എന്ന് വെച്ചാൽ വിഷമമായി. ഐ ഹാവ് എൻ ഐഡിയ, ലൂസി സെഡ്. എനിക്കൊരു ബുദ്ധി തോന്നുന്നുണ്ട്, ലൂസി പറഞ്ഞു. വാട്ട് ഈസ് ലൂസീസ് ഐഡിയ? ലൂസിയുടെ ഐഡിയ എന്തായിരിക്കും മക്കളെ? നമുക്ക് നോക്കാം. കളക്ട് സം ക്യാൻഡിൽസ് ക്യുക്ക് സെഡ് ലൂസി. കുറച്ച് ക്യാൻഡിൽസ്, കുറച്ച് മെഴുകുതിരികൾ എടുത്തുകൊണ്ടുവരൂ. ക്യുക്ക്, പെട്ടെന്ന് എടുത്തുകൊണ്ടുപോവാ എന്ന് ലൂസി പറഞ്ഞു. ലക്കി റാൻ ഇൻസൈഡ് ദ ഹൗസ്. ലക്കി പെട്ടെന്ന് തന്നെ വീടിനകത്തേക്ക് ഓടിപ്പോയി. ഹി കളക്റ്റഡ് സം ക്യാൻഡിൽസ് ഫ്രം ദ കബോർഡ്. കബോർഡിൽ നിന്ന് കുറച്ച് മെഴുകുതിരികൾ എടുത്തു കൊണ്ടുവന്നു. ലക്കി ആൻഡ് ലൂസി ലിറ്റ് ഓൾ ദ ക്യാൻഡിൽസ്. അവര് രണ്ടുപേരും കൂടെ ആ മെഴുകുതിരികളെല്ലാം കത്തിച്ചു. ലിറ്റ് എന്ന് വെച്ചാൽ കത്തിച്ചു. ദേ അറേഞ്ച് ദം ഓൺ ദ ടെറസ്. എന്നിട്ട് ടെറസിൽ ഒരു പ്രത്യേക രീതിക്ക് അവർ അറേഞ്ച് ചെയ്തു. എങ്ങനെയാണ് അറേഞ്ച് ചെയ്തത്? ദ ക്യാൻഡിൽ ലൈറ്റ്സ് ടുഗെദർ ഫോംഡ് എ മെസ്സേജ്. ആ ക്യാൻഡിൽ ലൈറ്റ് ഒരു മെസ്സേജ് ഉണ്ടാക്കുന്ന രീതിയിലാണ് അവർ അറേഞ്ച് ചെയ്തത്. എന്തായിരിക്കും അവർ ആ മെഴുകുതിരി കൊണ്ട് എഴുതി വെച്ചത്? ലക്കി ആൻഡ് ലൂസി പ്രിപ്പയർഡ് എ മെസ്സേജ് വിത്ത് ക്യാൻഡിൽ ലൈറ്റ്സ്. മെഴുകുതിരിയുടെ വെളിച്ചങ്ങൾ കൊണ്ട് ലക്കിയും ലൂസിയും കൂടെ ഒരു മെസ്സേജ് ഉണ്ടാക്കി. പ്രിപ്പയർഡ് എന്ന് വെച്ചാൽ തയ്യാറാക്കി. യുവർ ലിറ്റിൽ സ്റ്റാർ ഈസ് ഹിയർ. എന്താ എഴുതിയിട്ടുള്ളത്? യുവർ ലിറ്റിൽ സ്റ്റാർ ഈസ് ഹിയർ. നിങ്ങളുടെ കുഞ്ഞു നക്ഷത്രം ഇവിടെയുണ്ട്, ഇവിടെ ഞങ്ങളുടെ ഒപ്പമുണ്ട്. യുവർ ലിറ്റിൽ സ്റ്റാർ ഈസ് ഹിയർ. ഈ കുഞ്ഞു നക്ഷത്രം, നിങ്ങളുടെ കുഞ്ഞു നക്ഷത്രം ഇവിടെയുണ്ട്. ക്യാൻ ദേ റീഡ് അവർ മെസ്സേജ്? ലക്കി ആസ്ക്ഡ്. അവർക്ക് നമ്മുടെ മെസ്സേജ് വായിക്കാൻ കഴിയുമോ എന്ന് ലക്കി ചോദിച്ചു. അവന്റെ സംശയം ചോദിച്ചു. ലെറ്റ്സ് വെയിറ്റ് ഹിയർ, ലൂസി സെഡ്. നമുക്ക് അത് കുറച്ച് സമയത്തേക്ക് ഇവിടെ കാത്തിരിക്കാമെന്ന് ലൂസി പറഞ്ഞു. ദേ വെയിറ്റഡ് ദേർ ഫോർ സം ടൈം. അവര് കുറച്ച് സമയം അവിടെ കാത്തിരുന്നു. വിൽ ദ സ്റ്റാർസ് റീഡ് ദ മെസ്സേജ്? വാട്ട് വിൽ ദേ ഡു? സ്റ്റാർസിന് ആ മെസ്സേജ് വായിക്കാൻ കഴിയുമോ? അങ്ങനെ കഴിയുമെങ്കിൽ അവരെന്ത് ചെയ്യും? കഴിയുമെങ്കിൽ അവർ ഈ സ്റ്റാറിനെ എടുത്തുകൊണ്ട് പോവാം അല്ലേ? നമുക്ക് ബാക്കി കഥ നോക്കാം. They heard a crackling sound from the sky. അവര് ഒരു പൊട്ടുന്ന തരത്തിലുള്ള ശബ്ദം ആകാശത്ത് നിന്ന് കേട്ടു. ക്രാക്ലിംഗ് എന്ന് വെച്ചാൽ പടക്കം പൊട്ടുന്ന തരത്തിലൊക്കെയുള്ള ശബ്ദം ആകാശത്ത് നിന്ന് കേട്ടു. സംതിങ് വാസ് കമ്മിങ് ഡൗൺ ലൈക്ക് എ സ്ട്രിങ് ഓഫ് ലൈറ്റ്സ്. എന്തോ സംഭവം പുറത്തേക്ക് മുകളിൽ നിന്ന് ആകാശത്ത് നിന്ന് താഴേക്ക് വരുന്നുണ്ട്. ലൈക്ക് എ സ്ട്രിങ് ഓഫ് ലൈറ്റ്, വെളിച്ചത്തിന്റെ നൂല് പോലെ. സ്ട്രിങ് എന്ന് വെച്ചാൽ നൂല് അല്ലെങ്കിൽ കെട്ടുപോലെ ഇങ്ങനെ വരുന്നുണ്ട്. The stars in the sky came down as a glittering chain. അതെന്താണ് മക്കളെ? ആകാശത്തുള്ള നക്ഷത്രങ്ങളാണ്. അവ ഒരു ചെയിനായിട്ട്, ഒരു മാലയായിട്ട് താഴേക്ക്, തിളങ്ങുന്ന മാലയായിട്ട് അവര് താഴേക്ക് വരികയാണ്. എന്തിനായിരിക്കും വരുന്നത്? ഈ ലിറ്റിൽ സ്റ്റാറിനെ കൊണ്ടുപോവാനായിരിക്കും അല്ലേ? ലക്കി ഹെൽഡ് ദ ജാർ അപ്പ്. ലക്കി അത് കണ്ടപ്പോൾ ജാറ് മുകളിലേക്ക് ഉയർത്തി. ദ ചെയിൻ ഓഫ് സ്റ്റാർസ് ലിഫ്റ്റഡ് ദ ലിറ്റിൽ സ്റ്റാർ ജെന്റ്ലി. ആ നക്ഷത്രങ്ങളുടെ മാല പതുക്കെ ഈ ജാറിനകത്തുള്ള കുഞ്ഞു നക്ഷത്രത്തെ പതുക്കെ മുകളിലേക്ക് ഉയർത്തി. ദെൻ they went back to the sky. എന്നിട്ട് അവർ ആകാശത്തേക്ക് തിരിച്ചുപോയി. The children gazed at the string of stars in surprise. ലക്കിയും ലൂസിയും കൂടെ
ഈ നക്ഷത്രങ്ങളുടെ ഈ നൂലിനെ, ഈ മാലയെ വളരെ അത്ഭുതത്തോടു കൂടിയിട്ട് തുറച്ചു നോക്കിക്കൊണ്ടേ നിന്നു. ഫൈനലി വി ഫൗണ്ട് ദ ഓണർ ഓഫ് ദ ട്രഷർ, ലക്കി സെഡ് ഹാപ്പിലി. അങ്ങനെ അവസാനം നമ്മൾ നമ്മുടെ നിധിയുടെ, ട്രഷറിന്റെ ഓണറെ കണ്ടുപിടിച്ചു, മുതലാളിയെ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ഉടമസ്ഥനെ കണ്ടുപിടിച്ചു എന്ന് ലക്കി വളരെ സന്തോഷത്തോട് കൂടിയിട്ട് പറഞ്ഞു. ദെൻ എ മെസ്സേജ് അപ്പിയേർഡ് ഇൻ ദ സ്കൈ. അപ്പോൾ ഒരു മെസ്സേജ് ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു. അപ്പിയേർഡ് എന്ന് വെച്ചാൽ പ്രത്യക്ഷപ്പെട്ടു. താങ്ക് യു ഫ്രണ്ട്സ്. എന്താണ് പ്രത്യക്ഷപ്പെട്ട മെസ്സേജ്? താങ്ക് യു ഫ്രണ്ട്സ്. സ്റ്റാർസ് ഒരുമിച്ച് താങ്ക് യു ഫ്രണ്ട്സ് എന്ന് എഴുതി. ഓൾ ദ സ്റ്റാർസ് ട്വിങ്കിൾഡ് ടുഗദർ. എല്ലാ നക്ഷത്രങ്ങളും ഒരുമിച്ച് മിന്നിത്തിളങ്ങാൻ തുടങ്ങി. ചിൽഡ്രൻസ് ഐസ് ഓൾസോ ഗ്ലിറ്റർഡ് ലൈക്ക് സ്റ്റാർസ്. അത് കണ്ടപ്പോൾ കുട്ടികളുടെ കണ്ണുകളും നക്ഷത്രം തിളങ്ങുന്നത് പോലെ സന്തോഷം കൊണ്ട് തിളങ്ങി. വളരെ രസകരമായ ഒരു കഥ അല്ല മക്കളെ? അതേക്കാട്ടിലും ഏറ്റവും രസം എന്താണ്? ഇതിൽ നമുക്ക് വരച്ചു തന്നിട്ടുള്ള ചിത്രങ്ങളാണ് അല്ലേ? വളരെ മനോഹരമായിട്ടുള്ള ചിത്രങ്ങളും അതുപോലെ നല്ലൊരു കഥയും. നമുക്കിനി പാടി രസിക്കാൻ ഒരു പോം ഇവിടെ തന്നിട്ടുണ്ട്. സ്റ്റാറി നൈറ്റ് എന്ന് വെച്ചാൽ എന്താ മക്കളെ? ഒരുപാട് നക്ഷത്രങ്ങളുള്ള ഒരു ദിവസം. ഐ വാസ് എ ക്യൂട്ട് ലിറ്റിൽ സ്റ്റാർ ഇൻ ദ സ്കൈ. ഞാൻ ആകാശത്തിലെ ഒരു നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു നക്ഷത്രമായിരുന്നു. ഐ വാസ് ഹാപ്പി ദർ ആൻഡ് ഷോൺ സോ ബ്രൈറ്റ്. ഞാൻ അവിടെ സന്തോഷത്തിലായിരുന്നു. അവിടെ നിന്ന് നല്ല തിളക്കത്തില് മിന്നി തിളങ്ങുന്ന ഒരു സ്റ്റാർ ആയിരുന്നു ഞാൻ. ഐ ഫെൽ ഡൗൺ വൺ നൈറ്റ് ഫ്രം ദ സ്കൈ. ഞാനൊരു ദിവസം ആകാശത്ത് നിന്ന് രാത്രി താഴേക്ക് വീണു. ഓ ഡിയർ ഫ്രണ്ട്സ്, ഐ ലോസ്റ്റ് മൈ ലൈറ്റ്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എനിക്കെൻ്റെ വെളിച്ചം നഷ്ടമായി. നൗ ഐ റെസ്റ്റ് ഓൺ ദ ഗ്രൗണ്ട് സോ സോഫ്റ്റ് ആൻഡ് കൂൾ. ഇപ്പൊ ഞാൻ തറയിൽ റെസ്റ്റ് ചെയ്യുകയാണ്. വളരെ സോഫ്റ്റും തണുപ്പുമുള്ള ഒരു തറയിൽ റെസ്റ്റ് ചെയ്യാണ്. സ്റ്റിൽ ഐ മിസ് മൈ സ്റ്റാറി സ്കൈ. ഞാൻ ഇപ്പോഴും എനിക്ക് എന്താണ്, നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശത്തെ ഞാൻ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ഓ ഡിയർ സ്കൈ പ്ലീസ് ടേക്ക് മീ നിയർ. പ്രിയപ്പെട്ട ആകാശമേ, എന്നെ നിന്റെ അരികിലേക്ക് തന്നെ എടുക്കൂ. ഐ വോണ്ട് ടു ഷൈൻ ആൻഡ് ഡാൻസ് മൈ ഡിയർ. എനിക്ക് അവിടെ തിളങ്ങണം, അവിടെ നൃത്തം ചെയ്യണം എന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ ഇത് തന്നെ ആയിരിക്കും അല്ലേ നമ്മളുടെ കുഞ്ഞു നക്ഷത്രം, നമ്മൾ പഠിച്ച സ്റ്റോറിയിലെ കുഞ്ഞു നക്ഷത്രവും പറഞ്ഞിട്ടുണ്ടായിരിക്കുക. അതിന്റെ സ്കൈയും അതിന്റെ ഫ്രണ്ട്സിനെയും ഒക്കെ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ? മക്കൾക്ക് സ്റ്റോറി ഇഷ്ടമായോ? നമുക്കിനി ഇതില് ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്, അവസാനം നോക്കാം. Who said the following dialogues? Write the speaker's name in the boxes. ഇതിൽ നമുക്ക് കുറച്ച് ഡയലോഗുകൾ തന്നിട്ടുണ്ട്. അതിൽ ലൂസി, ലക്കി, മിലി ഈ 3 പേരിൽ ആരൊക്കെയാണ് ഡയലോഗ് പറഞ്ഞതെന്ന് എഴുതി കൊടുക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തേത് നോക്കൂ. ആർ യു ദാറ്റ് മിസ്സിംഗ് സ്റ്റാർ? നീ ആ കാണാതായ സ്റ്റാർ ആണോ? ഇതാരാ ചോദിച്ചത്? ലക്കിയാണ്. ലക്കി നമ്മുടെ ലിറ്റിൽ സ്റ്റാറിനോട് ചോദിച്ചതാണ്. ഐ തിങ്ക് ഇറ്റ്സ് എ ടോയ് സ്റ്റാർ. എനിക്ക് തോന്നുന്നു അതൊരു കളിക്കുന്ന ടോയ് സ്റ്റാർ ആണെന്ന്. ഇത് പറഞ്ഞത് ലൂസിയാണ്. സീ ദിസ്, വി ഗോട്ട് ഇറ്റ് ഫ്രം ദ ഗാർഡൻ. ഈസ് ഇറ്റ് യുവേഴ്സ്? നോക്ക്, ഇത് ഞങ്ങൾക്ക് ഗാർഡനിൽ നിന്ന് കിട്ടിയതാണോ? ഇത് നിന്റേതാണോ? ഇത് ലക്കി ചോദിച്ചതാണ്. നോ നോ, ദിസ് ഈസ് നോട്ട് മൈ. അല്ല, ഇതിൻ്റെതല്ല. അത് പറഞ്ഞത് മിലിയാണ്. ഓ യു ക്യാൻ ഷൈൻ സോ ബ്രൈറ്റ്. ഓ നിനക്ക് നല്ല തിളക്കത്തിൽ ഷൈൻ ചെയ്യാനായിട്ട് പറ്റുമല്ലേ? അത് പറഞ്ഞത് ലക്കിയാണ്. ഡോണ്ട് വറി, ഐ വിൽ ഹെൽപ്പ് യു റീച്ച് ദ സ്കൈ. നീ പേടിക്കണ്ട, നിന്നെ ആകാശത്തെത്താൻ ഞാൻ സഹായിക്കാം. ഇത് പറഞ്ഞത് ലക്കിയാണ്. ദ സ്റ്റാർസ് ആർ ഫാർ അവേ ഫ്രം us. നക്ഷത്രങ്ങളൊക്കെ നമ്മളിൽ നിന്ന് ഒരുപാട് അകലെയാണ്. അത് പറഞ്ഞത് ലൂസിയാണ്. ലെറ്റ്സ് വെയിറ്റ് ഹിയർ. നമുക്കിവിടെ കുറച്ച് സമയം കാത്തിരിക്കാം. അത് പറഞ്ഞതും ലൂസിയാണ്. ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ ഈ പാഠഭാഗത്തിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. പാഠഭാഗവും അതിൽ ചെയ്ത നമ്മളുടെ ഈ ആക്ടിവിറ്റി ഒക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ വർക്ക് ബുക്കിലെ ആക്ടിവിറ്റീസും അതുപോലെ കാറ്റർപില്ലർ സ്റ്റോറി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാവുന്നതാണ് കേട്ടോ. ഇന്നത്തെ ക്ലാസ് എല്ലാ മക്കൾക്കും ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. 2ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. അതുപോലെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.